എല്ലാവരുടെയും ഡ്രീം പ്ലാന്റ് ആണല്ലേ സ്പാനിഷ് മോസം. അപ്പോൾ അത് ഏറ്റവും വിലക്കുറച്ച് എവിടെ കിട്ടുമെന്ന് അന്വേഷിക്കുന്നവരും ആയിരിക്കും നമ്മളെല്ലാവരും. ഒരു മീഡിയം ലെവലിൽ നമ്മൾ ഗാർഡനിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റാണ് സ്പാനിഷ് മോസം. അപ്പോൾ ഇത് എവിടെ കിട്ടുമെന്ന് പോലും അറിയാതെ ഒരുപാട് നാൾ ഞാൻ ഇതിനെ പറ്റിയിട്ട് അന്വേഷിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു തരാനോ അങ്ങനെ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ തന്നെ കണ്ടുപിടിച്ചു. ഒത്തിരി പേരെടുത്ത് ചോദിച്ചു. നല്ല വിലയാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അതിൽ നിന്നും ഏറ്റവും അനുയോജ്യകരമായ രീതിയിൽ വാങ്ങാൻ സാധിച്ചത് എനിക്ക് ഇവരുടെ കയ്യിൽ നിന്നാണ്. ദിൽഷ ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന അവരുടെ ആ പ്രൊഡക്റ്റ്, അതിൻ്റെ പാക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ എടുത്ത് പറയേണ്ട കാര്യങ്ങളാണ്. പ്ലാന്റിന് ഒട്ടും തന്നെ കേടുവരാത്ത രീതിയിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ പാക്ക് ചെയ്ത് തന്നേക്കുന്നത്. അപ്പോൾ കണ്ടില്ല, ഏതാണ്ട് തുറന്ന് വരുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഒരു മാറ്റവും വന്നിട്ടില്ല. പ്ലാന്റ് എനിക്ക് കാണിച്ച അതേ പിക്ചറിലുള്ള സെയിം പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 100 റുപ്പീസാണ്. സാധാരണ സ്പാനിഷ് മോസിന് 200 ആണ് സ്റ്റാർട്ടിങ് പ്രൈസ്. അപ്പോൾ ഇത് വാങ്ങിയ സമയത്ത് എനിക്കിതിൻ്റെ കെയറിങ്ങോ ഇതെങ്ങനെ വളർത്തണമെന്നോ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നാൾ ഇൻഡോറിലാണ് ഇത് തൂക്കിയിട്ടിരുന്നത്. അപ്പോൾ ഒരു മാസത്തിന് ശേഷം ആയപ്പോഴേക്കും ഇത് നന്നായിട്ട് ഡ്രൈ ആവാൻ തുടങ്ങി. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമാവാൻ തുടങ്ങി. നല്ല കരിഞ്ഞു തുടങ്ങി. അപ്പോൾ ഇതെന്ത് ചെയ്യണമെന്നറിയാതെ ഒരുപാട് ബ്രൗസ് ചെയ്ത് നോക്കി. എനിക്ക് സാറ്റിസ്ഫൈങ് ആയിട്ടൊരു റിസൾട്ടൊന്നും എനിക്ക് എങ്ങൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ തന്നെ സ്വന്തമായിട്ട് ഇതിപ്പോൾ പായലാണ് എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ കാണുന്നത്. കാരണം സ്പാനിഷ് മോസ് പായലാണ്, മോസ് എന്ന് പറയുമ്പോൾ പായലാണ്. ആ ഒരു കൺസിഡറേഷനിൽ ഞാൻ പിന്നെ കൊണ്ടുപോയി മാറ്റി തൂക്കാനൊക്കെ നോക്കി. പിന്നീടാണ് ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടാണ് മനസ്സിലായത് ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് പാടില്ല. എൻ്റെ ആ ഒരു നോൺ സൺലൈറ്റ് കറക്റ്റ് അടിക്കുന്ന ഒരു ഭാഗമായിരുന്നു ഞാനിത് ഹാങ് ചെയ്തിട്ടിരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ആന മണ്ടത്തരമായിപ്പോയി. അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് പാടില്ല, അതുകൊണ്ടാണ് അത് ഡ്രൈ ആവാൻ തുടങ്ങിയത്. പിന്നീട് ഞാൻ കുറച്ച് പിക്ചേഴ്സൊക്കെ റെഫർ ചെയ്തപ്പോഴേക്കും ഫ്ലോറിഡയിലാണ് കൂടുതലായിട്ടും സ്പാനിഷ് മോസ് കാണുന്നത്. ശരിക്കും അത് സ്പാനിഷ് മോസ് എന്ന് പറയുന്ന രീതിയിൽ മോസ് അല്ല അത് ശരിക്കും ഒരു പെരിനിയൽ പ്ലാന്റാണ്, ഒരു ഹെർബാണ്, ചെറിയൊരു കുഞ്ഞു പ്ലാന്റാണത്. അങ്ങനെ വീണ്ടും ഒരു മാസം ഞാൻ എൻ്റെ പരീക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു. എനിക്ക് കൺഫർമേഷൻ കിട്ടാതെ ഞാൻ ഒരിക്കലും ആ വീഡിയോ പോസ്റ്റ് ചെയ്യില്ല. എൻ്റെ വീഡിയോസ് പണ്ട് മുതലേ കാണുന്നവർക്കറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. വീണ്ടും ഒരു മാസം വെയിറ്റ് ചെയ്തു. അപ്പോൾ ഈ കാണുന്നത് പിങ്ക് ലേഡിയാണ് കേട്ടോ. പിങ്ക് ലേഡിയുടെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ കുറച്ച് വളർന്നതിന് ശേഷമാണ് ഞാൻ സൂര്യപ്രകാശം കാണിച്ചത്. അതിന് ശേഷം നന്നായിട്ട് ബുഷിയാവാൻ തുടങ്ങിയിട്ടുണ്ട് പിങ്ക് ലേഡി. അപ്പോൾ ഒരു മാസത്തോളമായിട്ട് ഞാൻ എൻ്റെ സ്പാനിഷ് മോസിനെ ഹാങ് ചെയ്തേക്കുന്നത് ഇതുപോലെ ഒരു വലിയ മരത്തിൻ്റെ ഇടയ്ക്കായിട്ടാണ്. അപ്പോൾ അതിനകത്ത് ഡയറക്റ്റ് സൺലൈറ്റും പതിക്കുന്നില്ല, ഒരു ഇൻഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്നുണ്ട്. പിന്നീട് അവിടെ കുറച്ചുകൂടെ ഓക്സിജൻ്റെ ലെവൽ കൂടുതലാണ്. ഒരുപാട് ലീവ്സും മറ്റു കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കും. പിന്നെ നമ്മളിതിൻ്റെ വെള്ളം ഒഴിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ച് ഒഴിക്കുക, അല്ലെങ്കിൽ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് നനച്ചു കൊടുത്താൽ മതി. നമ്മൾ നനയ്ക്കുമ്പോഴാണ് ഇത് നല്ല ഗ്രീനിഷ് ആവുന്നത്. ഇതിൻ്റെ ഒറിജിനൽ കളർ എന്ന് പറയുന്നത് ഈ കാണുന്ന കളറാണ്. പിന്നെ ഈ സ്പാനിഷ് മോസ് കൊണ്ട് ഈ തടിയിൽ ഹാങ് ചെയ്താലും അതൊരു ഹോസ്റ്റ് പാരസൈറ്റ് റിലേഷൻഷിപ്പ് ഒന്നും അവിടെ ഉണ്ടാവില്ല. കാരണം വേറൊന്നുമല്ല, ഇതൊരു മോസല്ല, ഇതൊരു ചെറിയൊരു ഹെർബ് പ്ലാന്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ കഴിയും. അപ്പോൾ ഞാൻ വാങ്ങിയ സ്ഥലത്ത് ഇൻസ്റ്റാഗ്രാം ഐഡിയോ ഫേസ്ബുക്ക് ലിങ്കോ ഒക്കെ ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കാൻ, എന്തായാലും വിശ്വസിച്ച് വാങ്ങിക്കാൻ കഴിയും. നല്ല പാക്കിംഗ് ആണ്, പ്ലാന്റിനൊന്നും ഒരു കേടും വരില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.